ചെങ്കടലിലൂടെ പോകുന്ന കപ്പലുകൾക്ക് യമനിലെ ഹൂത്തി വിഭാഗം ഒരു ടാക്സ് ഏർപ്പെടുത്താൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടതിൽ അർത്ഥമില്ല എന്ന് ഹൂത്തികൾ തന്നെ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു കാര്യം തങ്ങളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. കപ്പലുകൾക്ക് അതിലൂടെ പോകാം എന്നാണ് അതിൻ്റെ അർത്ഥം. ഇതെന്താണ് ഇത്രയും പ്രാധാന്യത്തിൽ ഞങ്ങൾ പറയുന്നതെന്ന് വെച്ചാൽ, ഹോർമൂസ് കടലിടുക്കിലൂടെ പോകുന്ന കപ്പലുകൾക്ക് ടാക്സ് വേണ്ടി വരും, ഫീസ് കൊടുക്കേണ്ടി വരും എന്ന് നേരത്തെ ഇറാൻ പറയുകയും അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് വിവാദങ്ങൾ ഉണ്ടാവുകയും ഈ പറയുന്ന ദിവസങ്ങളിലൊക്കെ എണ്ണവില കൂടുകയും ഒക്കെ ചെയ്ത് നമ്മൾ കണ്ടതാണ്. അതിൻ്റെ നേരെ എതിർവശത്ത് കിടക്കുന്ന ചെങ്കടലിൻ്റെ ഭാഗമായിട്ട് കപ്പലുകൾ പോണ പാതയിൽ കൂടി ഇങ്ങനെ ആരെങ്കിലും ഏർപ്പാടാക്കാൻ തുടങ്ങിയാൽ തന്നെ എണ്ണവില ലോകം മുഴുവനും കൂടും. അനാവശ്യമായിട്ടിങ്ങനെ ഒരു പ്രസ്താവനയുടെ പേരിൽ എണ്ണവില കൂടുന്നൊരു സാഹചര്യം ഏതായാലും ഇപ്പോഴില്ല. ആ ആശങ്ക വേണ്ട എന്നാണ് ഹൂത്തികളുടെ സ്റ്റേറ്റ്മെൻറ്റ് സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇതിനേക്കാൾ വളരെ മോശപ്പെട്ടൊരു സാഹചര്യം കൂടി നമ്മുടെ മുന്നിലുള്ളത് നമ്മളൊന്ന് തിരിച്ചറിയണം. അമേരിക്ക പറയുന്നത് ആഭ്യന്തരമായി സമ്മർദ്ദങ്ങൾക്കിടയിലാണ് യുദ്ധം നിർത്താൻ വേണ്ടി എങ്കിലും ഇങ്ങനെയൊക്കെയാണ് തുടർന്നു പോകുന്നതെങ്കിൽ ഇറാനെതിരെ ശക്തമായ ആക്രമണം നടത്തുമെന്നാണ് പ്രസിഡന്റ് ട്രംപ് പറയുന്നത്. അങ്ങനെ വന്നാൽ തിരിച്ചടിക്കുമെന്ന് ഇറാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അമേരിക്കൻ എംബസികൾ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ പൗരന്മാരോട്, അമേരിക്കക്കാരോട് പറയുന്നത് പറ്റുമെങ്കിൽ മിഡിൽ ഈസ്റ്റൊക്കെ വിട്ടു പോകണം എന്നാണ്. ഒരു അസ്ഥിരത തങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു എന്ന അർത്ഥത്തിലാണ് എംബസികൾ പൗരന്മാരോട് ഇക്കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇപ്പോൾ ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകുന്നുണ്ടോ ഇല്ലേ? ഈ കാര്യം എല്ലാവരും ചോദിക്കുന്നതാണ്. ഇറാൻ പറയുന്നത് അവിടെ ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നാണ്. ഒരു കപ്പലിനും പോകാൻ പറ്റാത്ത വിധമാണ്, തങ്ങൾ ആഗ്രഹിക്കുന്ന കപ്പലുകൾ മാത്രം പോകും. പക്ഷേ അമേരിക്കൻ സേന ഇക്കാര്യം ശക്തമായി തള്ളിക്കളയുന്നു. അങ്ങനെ അടഞ്ഞു കിടപ്പില്ല, കപ്പലുകൾ എപ്പോഴും പോകുന്നുണ്ട്. മാത്രമല്ല, തങ്ങൾക്കിഷ്ടപ്പെടാത്ത കപ്പലുകൾ അതുവഴി പോയാൽ അമേരിക്കയുടെ പ്രതിരോധ സേന ഈ ഭാഗത്ത് നിന്നിട്ട് വഴിതിരിച്ചു വിടുന്ന പ്രക്രിയ, ഒരു ബ്ലോക്കേഡ് ഏർപ്പെടുത്തിയിട്ട് പിന്നെ വഴിമാറ്റി വിടുന്ന പ്രക്രിയ അത് തുടരുകയുമാണ് എന്ന് അമേരിക്കൻ സേന പറയുകയാണ്. അങ്ങനെയുള്ള 30 കപ്പലുകളെ വഴിമാറ്റി വിട്ടു എന്നതിൻ്റെ കണക്കും അമേരിക്കൻ സേന അവതരിപ്പിക്കുകയാണ്. മറുഭാഗത്ത് ലെബനോൻ വിഷയത്തിൽ ഐക്യരാഷ്ട്രസഭ മൗനം വെടിഞ്ഞിട്ടുന്നൊരു കാര്യം പറഞ്ഞു. ഇസ്രയേൽ ഇപ്പോൾ ലെബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കെട്ടിടങ്ങളൊക്കെ പൊളിച്ച് നീക്കം ചെയ്യുക, ആക്രമണം നടത്തുക, അങ്ങനെയുള്ളൊരു നശീകരണ പ്രവർത്തനം ഉണ്ടല്ലോ, അത് വളരെ വലിയ ആശങ്ക ഉളവാക്കുന്ന കാര്യം തന്നെയാണ് എന്ന് UN പറഞ്ഞിരിക്കുകയാണ്. അതേസമയം ദക്ഷിണ ലെബനോനിൽ ഒരുപാട് ഹിസ്ബുള്ള ഗ്രൂപ്പുകാരെ തങ്ങൾ കൊലപ്പെടുത്തിയെന്ന് ഇസ്രയേലി സേന അവകാശപ്പെടുകയുമാണ്. UAEയുടെ ഏറ്റവും ശക്തമായ ചൂടുകാലത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ജൂലൈ 3 മുതൽ ഓഗസ്റ്റ് 10 വരെയുള്ള സമയമെന്നാണല്ലോ. ഇന്നിപ്പോൾ ഓഗസ്റ്റ് 1 ഇനി 9 ദിവസവും കൂടി കടത്തിവിട്ടാൽ അതികഠിനമായ ചൂടിൽ നിന്നുള്ള മോചനത്തിൻ്റെ 1ാം ഘട്ടം എന്നാണ് നിരീക്ഷകർ പറയുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും ഇക്കാര്യം തന്നെയാണ് നേരത്തെ പറഞ്ഞത്, ഇന്നും പറഞ്ഞിരിക്കുന്നത്. ഇതിനിടയിൽ ഇന്നലെ അബുദാബിയുടെ ചില ഭാഗങ്ങളിൽ പ്രകടമായിട്ടുള്ള ചൂടെന്ന് പറയുന്നത് 50 ഡിഗ്രി സെൽഷ്യസ് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഈ സമ്മറിലെ ഏറ്റവും വലിയ ചൂടായിട്ട് ഇതുവരെ അനുഭവപ്പെട്ടിരിക്കുന്നത്. ഇനിയുള്ള 9 ദിവസം കൂടെ കടന്നു പോയാൽ നിലവിലുള്ള ചൂടിൽ നിന്ന്, ആ കാഠിന്യത്തിൽ നിന്ന് അല്പം മയപ്പെട്ടു വരുന്നൊരു സാഹചര്യത്തിലേക്ക് ഗൾഫ് മൊത്തത്തിൽ മാറും എന്നാണ് പ്രതീക്ഷ. ഓഗസ്റ്റ് 10 വരെ നമ്മൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക. Night updates supported by ELL Properties, Explore Education, Impulse Warehouse, Kalyan Jewelers, Lulu Supermarket, Hypermarket and Department Store, Fira Foods, Al Nasood Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, Iron Gold and Diamonds, Choco World, Partha Signature Abu Shagara Sharjah, ABC Cargo and Courier, Hashim Hypermarket.